ഒറ്റ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്യുക എന്നുള്ള കാര്യം കേരളത്തിൽ ഇതുവരെ നടന്നതായി ഞാൻ കണ്ടിട്ടില്ല. സബ്ജക്ട് ടു കറക്ഷൻ. അപ്പോ കള്ളവോട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. 40 ദിവസം കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഉദ്ദേശിക്കുന്നത് 45 ദിവസം അങ്ങനെ വിട്ടുപോരുത്. 45 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് പറയണം. ശ്രീമതി ശകുനിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി രണ്ട് സ്ഥലത്തെയും ടിക്ക് മാർക്കുകൾ കാണിച്ച് പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഒരു കാര്യം കാണിച്ചു. രാജ്യം തന്നെ ശ്രദ്ധിച്ചു. അവർക്ക് 3 കാർഡ് ഉണ്ടെന്നാണ് അടുത്ത ദിവസം വന്ന വിവരം. പക്ഷേ അതേപോലെ രണ്ട് സ്ഥലത്ത് ഒരാൾ വോട്ട് ചെയ്തു എന്ന് ഇതുവരെ കേരളത്തിലെ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത പ്രേക്ഷകർ മറക്കരുത്. അല്ലല്ല, ശകുൻ റാണി ചെയ്തതിന്റെ ദൃശ്യങ്ങളുണ്ടോ? ഇല്ലല്ലോ. ശകുൻ റാണിയും പറഞ്ഞല്ലോ അവരൊരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് തെളിയിക്കാൻ പറ്റിയോ? തെളിയിക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ഗൂഢസംഘമായി അല്ല, അത് ആധികാരികമല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. രാഹുലെ, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കടലാസാണത്. എന്നിട്ട് അതിന്റെ ആധികാരികതയെ സംശയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ. ഇതൊക്കെയാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുലെ, ഇവിടെ ഒരു സുരേഷ് ഗോപി ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കുന്നത് അതിന്റെ 10 മടങ്ങ് വലിയ സുരേഷ് ഗോപിയായി മാറുന്ന കാഴ്ചയാണ് രാജ്യം കാണുന്നത്. പിന്നെ ഒരു കാര്യം അങ്ങ് പറയുകയുണ്ടല്ലോ, എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് സുരേഷ് ഗോപിയും ചെയ്തുകൊണ്ട് തെറ്റില്ല എന്ന്. സുരേഷ് ഗോപി ഒരു താരതമ്യം നടത്തണം. സുനിലുമായി വേണം താരതമ്യം ചെയ്യാൻ. എന്താ സുനിൽ ചെയ്തിട്ടുള്ളത്? 3 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു, സ്വയം വോട്ട് ചെയ്തില്ല. ലോക്സഭയിലേക്ക് മത്സരിച്ചു, അപ്പോൾ വോട്ട് ചെയ്തു. ആ സുനിലിനെയാണ് മാതൃകയാക്കേണ്ടത്. അതല്ലാതെ എല്ലാവരും ചെയ്യുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും ചെയ്യുന്നു, അജയകുമാറും വന്നോട്ടെ, സന്തോഷ് കുമാറും വന്നോട്ടെ, പിന്നെന്താ ജയിക്കിന്റെ സ്ഥലത്തുള്ള ഒരാൾ പുളിക്കകവോ അയാളും വന്നോട്ടെ, വന്ന് ഭാര്യാസമേതം വന്ന് വോട്ട് ചെയ്ത് പോകട്ടെ. ഇതെന്താ തീർത്ഥാടനമോ? രാഹുലെ, ഇതാണ് പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ സുനിൽകുമാർ അതിൽ കൃത്യമായിട്ട് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ്, ഈ പറയുന്ന താമസക്കാരനാകുക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, 2 ദിവസം താമസിച്ചാൽ മതി, പോസ്റ്റ് കാർഡും കൊണ്ട് പോയാൽ മതി എന്ന്, ഡസ് നോട്ട് മീൻ എ ഫ്ലൈയിങ് വിസിറ്റ് ഓർ കാഷ്വൽ വിസിറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യുവൻസി. ഇപ്പം ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രാത്രി കിടന്നപ്പോഴെന്തോ ഒരു വലിയ എന്താ പറയേണ്ടത് സ്വപ്നം പോലെ തോന്നി അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന്. ഈ ഷാജി വരൂറിന് തോന്നുന്നു എനിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം. ജയിക്കിൻ്റെ നാട്ടിലുള്ള പുളിക്കകത്തിന് തോന്നുന്നു എനിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം. ഉടനെ വണ്ടിയെടുത്ത് അങ്ങോട്ട് വരുന്നു, ഒരു വ്യാജ വേൽവിലാസം കൊടുക്കുന്നു, ഒരു പോസ്റ്റ് കാർഡും കാണിക്കുന്നു, ഒരു കള്ള സത്യവാങ്മൂലവും കൊടുക്കുന്നു, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുക എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് പോകുന്നു. ഇതാണോ കേരളത്തിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ്?